നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ കാരണമാകുന്ന, ജീവിതത്തിൽ വലിയ സന്തോഷവും അഭിവൃദ്ധിയും എല്ലാ മേഖലയിലും വലിയ വിജയവും ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതങ്ങളായ 11 ദിക്ർ ദുആഇനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ 11 ഇനം ദിക്ർ ദുആകൾ നിങ്ങൾ ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ച നമുക്ക് രക്ഷയുണ്ടാകും. സാമ്പത്തികമായി നഷ്ടങ്ങൾ ഉണ്ടാകൂല. ഒരാളും നമ്മെ ചതിക്കുകയില്ല. ഒരാളുടെയും വഞ്ചനയിലും ചതിപ്രയോഗങ്ങളിലും നാം അകപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു വലിയ ഹിഫ്ള് നൽകിയിട്ട് നമ്മുടെ ഇസ്സത്തുള്ള, അഭിമാനത്തിനുള്ള, ജീവിതത്തിനുള്ള എല്ലാ വഴികളും നമുക്ക് മുമ്പിൽ തുറന്നുതരും. അപ്പോൾ സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകൂല, കടബാധ്യതകൾ ഉണ്ടാവില്ല, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നമ്മുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, എല്ലാ മേഖലയിലും വലിയ വിജയവും അഭിവൃദ്ധിയും ഫത്ഹും ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതങ്ങളായ 11 ദിക്ർ ദുആഇനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇത്തരം ദുആകളും ദിക്റുകളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്തുന്നത് നിരവധി ആളുകൾ ഇതൊക്കെ കണ്ട് ആയിരങ്ങൾ ഇത് എഴുതി വച്ച് കൃത്യമായിട്ട് ഇത് ചൊല്ലുന്നുണ്ട്, ഇത് പതിവാക്കുന്നുണ്ട്. അവർക്കതിനുള്ള പ്രതിഫലവും അനുഭവങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നത് കൊണ്ടാണ്. നിങ്ങളൊക്കെ പലപ്പോഴും ആ വിഷയങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കുന്നുണ്ട്. പല ആളുകളും കൃത്യമായിട്ട് നോട്ട് ബുക്കുകൾ വാങ്ങി മാറ്റി എഴുതി ഓരോന്നും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയുന്നത് കൊണ്ടാണ്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. നിങ്ങൾ പൂർണ്ണമായും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതെല്ലാം ചൊവ്വാഴ്ചകളിൽ എപ്പോഴാണ് വിളിക്കേണ്ടത്, എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, എല്ലാ അപ്ഡേഷനും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ കൃത്യമായിട്ട് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചാൽ, നിങ്ങൾ സേവ് ചെയ്താൽ മാത്രം പോരാ, ഇവിടെയും സേവ് ചെയ്ത് വെക്കണം. അതൊക്കെ അപൂർവമായിട്ട് നടക്കുകയുള്ളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ സേവ് ചെയ്ത് വെച്ചാലല്ലേ കാണാൻ സാധിക്കുള്ളൂ. ഇൻസ്റ്റഗ്രാമിൻ്റെ IDയിൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ റാഹത്തുള്ള, സന്തോഷമുള്ള ജീവിതം നമ്മിലേക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ, ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ, നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ
ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വളരെ ശ്രേഷ്ഠതയേറിയ ആ 11 ദിക്റുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അതിൽ ഉൾപ്പെടുത്തേണ്ടത് നമുക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ദിക്റാണ്. ആ ദിക്റ് നമ്മുടെ അവസാന പദമായിട്ട് നമുക്ക് മരണപ്പെടുമ്പോൾ ഉച്ചരിക്കാൻ ഭാഗ്യം ലഭിക്കണം. അതെല്ലാവർക്കും കഴിയൂല. കലിമത്തു തൗഹീദിൻ്റെ പദം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സറിഞ്ഞ് ഉച്ചരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, അതെല്ലാവർക്കും കഴിയൂല എന്ന് പറയുന്നത് ജീവിതത്തിൽ അതിനോട് ബന്ധം ഉണ്ടാകുമ്പോഴേ കഴിയുള്ളൂ. ദുനിയാവിൽ അല്ലാത്തവർക്ക് നാക്ക് വഴങ്ങിക്കിട്ടൂല അത് ചൊല്ലാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിക്കും ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ എന്താ അത്ര പണിയെന്ന്. നാക്ക് വഴങ്ങി വരൂല. അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. വലിയ വലിയ സ്വഹാബാക്കൾക്ക് വരെ അവസാന സമയത്ത് ചൊല്ലാൻ കഴിയാത്തതിൻ്റെ ചില കാരണങ്ങളുണ്ടായിട്ട് ആ കാരണങ്ങൾ തീർത്തപ്പോഴാണ് ചൊല്ലാൻ സാധിച്ചതെങ്കിൽ സാധുക്കളായ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? ഞാൻ ആ ഒരു ദിക്റിനെ കുറിച്ച് ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയാം. എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന, എന്നാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ ആഖിബത്ത് അവസാന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാകണം എന്ന് കരുതിയിട്ടുള്ള ആ ദിക്റിനെ കുറിച്ച്, അതാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ദിക്ർ അതാണ്. അത് ഇൻഷാ അല്ലാഹ് അവസാനത്തേക്ക് മാറ്റിവെക്കുന്നു. ആ ദിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ചൊല്ലിയിട്ട് നമ്മുടെ അവസാന പദം അതായിട്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചുരുങ്ങിയതൊരു 3 തവണയെങ്കിലും ഇപ്പോൾ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് പ്രവേശിക്കുക. ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അല്ലാഹു നമ്മുടെയൊക്കെ അവസാന പദം അതാക്കി തരട്ടെ. രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ടതൊന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്കൊക്കെ അറിയാം, നാവിൽ ലഘുവായത്, ഏറ്റവും ലളിതമായത്, എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്, അല്ലേ? പരലോകത്ത് നന്മ തിന്മ തൂക്കുന്ന ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നത്, മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നത് കലിമത്താനി ഖഫീഫത്താനി ഫിൽ ലിസാൻ വസഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നാക്കിൽ ലളിതമായതും മീസാൻ എന്ന നന്മ തിന്മ തൂക്കുന്ന ത്രാസിൽ ഏറ്റവും ഭാരം കൂടിയതുമായ ആ വിശിഷ്ടമായ തസ്ബീഹ്, അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നുള്ള തസ്ബീഹാണ്. അത് വളരെ ശ്രേഷ്ഠതയേറിയ ഒരു ദിക്റാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് ഒരു ദിവസം ഒരാൾ 100 പ്രാവശ്യം പറഞ്ഞാൽ കടലിലെ നുര കണക്ക് അവൻ്റെ ദോഷമുണ്ടെങ്കിലും അവൻ്റെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. എത്ര വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കണം. നമ്മൾ വിർദുൽ ലത്തീഫ് ചൊല്ലുമ്പോൾ നമ്മൾ 100 തവണ ഈ ദിക്ർ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നുണ്ട്. അത് ഈ ഹദീസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളൊക്കെ വിർദുൽ ലത്തീഫിൽ നമ്മുടെ രാവിലെയുള്ള മജ്ലിസിൽ പങ്കെടുക്കാറില്ലേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരൊക്കെ ഒന്ന് അറിയിക്കുക. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആകാശഭൂമികളും അതിലെ സർവ്വ ജീവജാലങ്ങളും മരങ്ങളും സസ്യങ്ങളും കല്ലുകളും തുടങ്ങി ജീവനുള്ളതും ഇല്ലാത്തതുമായ മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുള്ള ചേതന അചേതന വസ്തുക്കൾ, ജീവനുള്ളത് ഇല്ലാത്തത് എല്ലാം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ അവയുടെ ഭാഷ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, 7 ആകാശങ്ങളും ഭൂമികളും അതിലെ സർവ്വ വസ്തുക്കളും അവന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അവനെ സ്തുതിക്കലോടെ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടല്ലാതെ ഒരു വസ്തുവും തന്നെ ഈ ഭൂമി ലോകത്തില്ല എന്നുള്ളതാണ്. യാലം ദുനിയാവിലില്ല, എല്ലാം അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സൂറത്തുൽ ഇസ്രായിലെ ആയത്തുണ്ട്, 44-ാമത്തെ ആയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് തസ്ബീഹ് ചൊല്ലണം. അപ്പോൾ ഈ തസ്ബീഹെങ്കിലും ചുരുങ്ങിയത് ചൊല്ലണം. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ കേരളത്തിലുടനീളം ഒരുപാട് രാജ്യങ്ങളിൽ ഇസ്ലാമിക ചിട്ടയിൽ ജീവിക്കുന്നവരൊക്കെ മഗ്രിബിൻ്റെ തൊട്ട് മുമ്പായിട്ട് തസ്ബീഹ് ചൊല്ലും.
ചില സ്ഥലങ്ങളിലൊക്കെ സുബഹിൻ്റെ മുമ്പ് സുബഹിക്ക് ശേഷമൊക്കെ തസ്ബീഹ് ചൊല്ലുന്ന പതിവുണ്ട്. അതിങ്ങനെ വന്നതാണ്. ഇങ്ങനെ തസ്ബീഹിന് വലിയ പ്രാധാന്യം ഉണ്ടായതുകൊണ്ടാണ്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, വസബ്ബിഹൂഹു ബുക്രതം വഅസീല, പ്രഭാത പ്രദോഷങ്ങളിൽ നിങ്ങൾ അവന് തസ്ബീഹ് ചൊല്ലുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തസ്ബീഹ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഓരോ ദിവസവും നമുക്ക് 1000 ഹസനത്ത് ലഭിക്കുമെന്നുള്ളതാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോടൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ഓരോ ദിവസവും 1000 നന്മ നേടിയെടുക്കാൻ സാധിക്കുമോ? 1000 ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമോ? 1000 ഹസനത്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചോദിച്ചു, എങ്ങനെയാണ് 1000 ഗുണങ്ങൾ ഹസനത്ത് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുക? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 100 തസ്ബീഹ് അത് ആത്മാർത്ഥമായി ചൊല്ലുക. അപ്പോൾ അത് ചൊല്ലുന്നയാൾക്ക് 1000 ഹസനത്ത് എഴുതപ്പെടും, അല്ലെങ്കിൽ 1000 തിന്മ അവനെ തൊട്ട് മായ്ക്കപ്പെടും. ഇത് ബുഖാരിയിലുണ്ട്, ഇത് മുസ്ലിമിലുണ്ട്, ഇത് റിയാദുസ് സ്വാലിഹീനിലുണ്ട്. ഈ ഹദീസ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തസ്ബീഹ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ രണ്ടാമത്തത് അതാണ്. ഒന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം എന്നുള്ളതാണ്. ഇനി നോക്കൂ, അടുത്തത് വളരെ ശ്രേഷ്ഠതയേറിയ ഒരു ദുആ ആണ്, ഒരു ദിക്റാണ്. നമുക്കൊക്കെ അറിയാം, നിങ്ങളിത് കേട്ടു നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 2 രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ഒരു ദിക്ർ വേറെ തന്നെയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്നത് വേറെ രൂപത്തിലുണ്ട്. നമ്മൾ ഹദ്ദാദ് റാത്തീബിലൊക്കെ ചൊല്ലുന്നത് വേറെയാണ്. ഇപ്പോൾ പറഞ്ഞത് ഇതാണ്. ഈ രണ്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നോ? മനസ്സിലായവരും ആവാത്തവരൊക്കെ അറിയിക്കണേ. 2 രൂപത്തിലുണ്ട്. നമ്മൾ ചൊല്ലേണ്ട സമയത്ത് ചൊല്ലേണ്ടത് അതത് രൂപങ്ങളിൽ തന്നെ, അതത് കിതാബുകളിൽ വന്ന രൂപത്തിൽ തന്നെ ചൊല്ലണം. നമുക്കെങ്ങനെയാണോ കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഹദ്ദാദ് റാത്തീബ് അങ്ങനെ പതിവായി കൊണ്ടുവരുമ്പോൾ അതിലെന്താണോ ചൊല്ലുന്നത് അതാണ് നമ്മൾ ചൊല്ലേണ്ടത്. അതിലെങ്ങനെയാണോ ഉള്ളത്, യുഹീ വയുമീത്ത് എന്ന് ചൊല്ലിയിട്ടാണോ എന്ന് അങ്ങനെ ചൊല്ലണം. ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിന് ശേഷം ഇത് ചൊല്ലുന്ന രൂപമുണ്ട്, അവിടെ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതുപോലെയാണ് ചൊല്ലേണ്ടത്. അതിന് ഇൻഷാ അല്ലാഹ് ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നുള്ള അറിയിക്കുന്നുണ്ട്. ലോങ് വീഡിയോ ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, മുഴുവനായിട്ടിരുന്ന് കാണുന്നവർക്കല്ലേ തിരിയുള്ളൂ. അപ്പോൾ ഈ ഒരു ദിക്റിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നറിയോ? മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു ദിവസം 100 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയാൽ അവന് 10 അടിമയെ മോചിപ്പിച്ചതിന് തുല്യമാകുന്ന പ്രതിഫലം അവന് ലഭിക്കും. അവന് 100 നന്മകൾ എഴുതപ്പെടും, 100 തിന്മകൾ അവനെ തൊട്ട് മായ്ക്കപ്പെടും. ആ ദിവസം വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് അല്ലാഹു അവന് വലിയ സംരക്ഷണം നൽകപ്പെടും. അതുപോലെ തന്നെ അവൻ ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായതിനെ ചെയ്ത ഒരാളും ഉണ്ടാകില്ല, അവനേക്കാൾ കൂടുതൽ ഈ ദിക്ർ ചൊല്ലുന്നവനല്ലാതെ. അപ്പോൾ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ പിന്നെ അവനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരാളും എവിടെ ഉണ്ടാവില്ല, ഭൂമി ലോകത്ത് ഉണ്ടാവില്ല. പിന്നെ അവനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരാൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവന് ഈ ദിക്ർ ഇവൻ ചൊല്ലിയതിനേക്കാളും കൂടുതൽ ചൊല്ലണം. അപ്പോൾ നമുക്ക് ഈ ദിക്റിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ദിക്ർ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് പ്രതിഫലം ലഭിക്കും, ശ്രേഷ്ഠത കൂടും, മഹത്വം വർദ്ധിക്കും എന്നുള്ളതാണ്. ഇതും നമ്മുടെ വിർദുൽ ലത്തീഫിൽ നമ്മൾ സ്ഥിരമായി ചൊല്ലുന്നതാണ് 100 തവണ. വിർദുൽ ലത്തീഫിൽ പ്രഭാതത്തിലുള്ള ദിക്റുകളിൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും വിർദുൽ ലത്തീഫ് ഉണ്ട്. അവിടെ ചില പദങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് ചൊല്ലേണ്ടതാണ്. അപ്പോൾ പ്രഭാതത്തിൽ ചൊല്ലുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് നമ്മൾ വർദ്ധിപ്പിച്ച് ചൊല്ലാറുണ്ട് 100 തവണ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നമ്മുടെ പ്രഭാതത്തിൽ രാവിലെ നടക്കുന്ന മജ്‌ലിസിൽ പങ്കെടുക്കണം. ഇതിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വർഷങ്ങളായിട്ട്. അതിൽ വിർദുൽ ലത്തീഫിൽ അവസാനമായിട്ട് നമ്മളിത് ചൊല്ലും 100 തവണ. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മഹാനരായ അബൂ അയ്യൂബിനുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവർ മഹാനവറുകൾ നിവേദനം ചെയ്യുന്നുണ്ട്, ഈ ദിക്ർ ഒരാൾ 10 പ്രാവശ്യം ചൊല്ലിയാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്തതികളിൽപ്പെട്ട 4 അടിമകളെ മോചിപ്പിച്ചവനെ പോലെയുള്ള പ്രതിഫലം അവന് ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം നമ്മൾ എത്ര ദിക്ർ പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫസ്റ്റ് പറയാമെന്ന് പറഞ്ഞു, അത് മാറ്റിവെച്ചു, അതൊന്ന്.
രണ്ടാമത്തെ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്ന തസ്ബീഹ്, മൂന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ഇലാ ആഖിരിഹി അത് മുതൽ തുടങ്ങുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ദിക്റ്. നാലാമത്തത് സ്വർഗത്തിലെ നിധി എന്നറിയപ്പെടുന്നത്. നമുക്കൊക്കെ അറിയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. കൻസും മിൻ കുനൂസിൽ ജന്ന, അങ്ങനെയാണ് അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത്. ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഈ ഹദീസുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് സ്വർഗനിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ ഇലാഹ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ചൊല്ലിയാൽ 70 രോഗത്തിനുള്ള മരുന്നാണത്. അതിൽ ഏറ്റവും ചെറുത് മനസ്സിനെ തകർക്കുന്ന ടെൻഷനാണ് അതിൽ ഏറ്റവും ചെറുതെന്നുള്ളത് ഒരു ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു ഒരാൾക്കൊരു നിഅമത്ത് ചെയ്തു, അത് അവനിൽ അവശേഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് അവൻ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ. തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നിങ്ങൾ നോക്കൂ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് നമുക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു അനുഗ്രഹം തന്നു, നമുക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ കാഴ്ചശക്തി. അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഈ ദിക്ർ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ. നമുക്ക് അള്ളാഹു നൽകിയതാണ് ഈ ആരോഗ്യം. ഈ ആരോഗ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിക്റിനെ അവൻ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ നമ്മുടെ ഈ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഈ അനുഗ്രഹങ്ങളൊക്കെ അതൊരുപാട് കാലം നിലനിൽക്കണമെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലേണ്ട അതിവിശിഷ്ടമായ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞാൽ തീരാത്ത അത്ര ഇനിയും ഉണ്ട്. ഞാനെല്ലാം ചുരുക്കി പറയുകയാണ്. മറ്റൊന്നാണ് 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടാനുള്ള വളരെ ശ്രേഷ്ഠതയേറിയ ഒരു ദിക്റാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മളെല്ലാം കൃത്യമായി തെളിവോടുകൂടെയാണ് പറയുന്നത്, ഒരാൾ പ്രഭാതത്തിൽ 3 പ്രാവശ്യം അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്നാരെങ്കിലും 3 തവണ പ്രഭാതത്തിൽ ചൊല്ലിയ ശേഷം സൂറത്തുൽ ഹശ്റിൽ അവസാന 3 ആയത്ത് ഓതിയാൽ വൈകുന്നേരം വരെ അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ 70,000 മലക്കുകളെ അള്ളാഹു നിശ്ചയിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞ ദിക്റുകളൊക്കെ നമ്മൾ വിറുദുൽ ലത്തീഫിൽ ചൊല്ലുന്ന ദിക്റാണ് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിറുദുൽ ലത്തീഫിൻ്റെ ഒരു മഹത്വം ആലോചിച്ച് നോക്കിയേ. നമ്മൾ എത്ര ദിവസങ്ങളായി വിറുദുൽ ലത്തീഫ് ചൊല്ലുന്നു. അള്ളാഹു നമുക്ക് നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും വൈകുന്നേരമാണ് ഇങ്ങനെ ചൊല്ലുന്നതെന്ന് സങ്കല്പിക്കുക. അങ്ങനെ വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം അവന് നൽകും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ വിറുദുൽ ലത്തീഫിൽ നമ്മൾ ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലാറുള്ളത്, ഇപ്രകാരം മലക്കുകളെ നിശ്ചയിക്കുമെന്നും ആ ദിവസം അവൻ മരണപ്പെടുകയാണെങ്കിൽ അവന് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്. ചില റിപ്പോർട്ടുകളിൽ സൂറത്തുൽ ഹശ്റിലെ ലൗ അൻസൽനാ മുതൽ അവസാനം വരെ ഒരാൾ ഓതുകയും ആ ദിവസം അവൻ മരണപ്പെടുകയുമാണെങ്കിൽ അവന് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാണുള്ളത്. അപ്പോൾ ഇതിങ്ങനെ അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅ. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഓതുന്ന വളരെ ശ്രേഷ്ഠമേറിയ ആ ആയത്തുകളും ആ ദിക്റുകളൊക്കെ നമ്മൾ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ നമ്മുടെ ജീവിത വിജയത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട 11 ദിക്റുകളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ എത്ര എണ്ണം പറയാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനൊരു പ്ലാൻ ചെയ്ത് പറയണമെന്ന് കരുതി പറഞ്ഞൊന്നല്ല. നമ്മൾ എല്ലാ ദിക്റുകളുടെയും മഹത്വങ്ങളും മറ്റുമൊക്കെ കൃത്യമായി അതിൻ്റെ ഹദീസുകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിങ്ങനെ ജസ്റ്റ് ഓർമ്മയിൽ വന്നതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് അതിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ പറഞ്ഞതൊക്കെ വിറുദുൽ ലത്തീഫിലുള്ളതാണ് അല്ലേ? ഇൻഷാ അല്ലാഹ്. മറ്റൊന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് പിശാചിനെ അകറ്റി മാറ്റാനുള്ള വളരെ ശ്രേഷ്ഠമേറിയ ഒന്നാണ് ഇത്. നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം.
നോക്കൂ, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട്, ഒരാൾ അവൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും ബിസ്മി ചൊല്ലിയാൽ ഷെയ്ത്വാൻ അവൻ്റെ അണികളോട് പറയും, നിങ്ങൾക്കിന്ന് ഇവിടെ താമസിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഭക്ഷണവുമില്ല. ദിക്ർ ചൊല്ലാതെ വീട്ടിൽ പ്രവേശിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ ഷെയ്ത്വാൻ പറയും, നിങ്ങൾക്ക് ഭക്ഷണവും താമസ സൗകര്യവും ലഭിച്ചു. ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്, പ്രാമാണിക യോഗ്യമായ ഹദീസാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ അശ്രദ്ധമായി കാണരുത്, നമ്മുടെ മക്കൾക്കൊക്കെ ഇത് പകർത്തി കൊടുക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമോനെ, യാ ബുനയ്യ, നീ നിൻ്റെ വീട്ടുകാരിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയുക, എങ്കിൽ അത് നിനക്കും നിൻ്റെ കുടുംബത്തിനും ബറക്കത്താണ്. അപ്പോൾ സലാം പറഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിക്കുക. പിശാചിൽ നിന്നും മാറി നിൽക്കാൻ, പിശാച് മാറി നിൽക്കാൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നത് പോലെ തന്നെ വീട്ടുകാരോട് സലാം പറയുകയും, ആ വീട്ടിൽ ആരുമില്ലെങ്കിൽ എങ്ങനെയാ സലാം പറയേണ്ടതെന്നറിയോ? വീട്ടിൽ ആരുമില്ലെങ്കിൽ എങ്ങനെയാ സലാം പറയേണ്ടത്? വീട്ടിൽ ആരും ഇല്ല എന്ന് വിചാരിക്കുക, എന്നാ എങ്ങനെയാ സലാം പറയണ്ടേ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയാം. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലാരും ഇല്ല, ചിലർ തനിച്ച് താമസിക്കുന്നവരുണ്ടാകും അല്ലേ? തനിച്ച് താമസിക്കുന്നവരൊക്കെ വീട്ടിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറയാ. അങ്ങനെ സലാം പറയുമ്പോൾ മലക്കുകൾ സലാം മടക്കുന്നതാണെന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സലാം പതിവാക്കണം. വീട്ടിലാരുമില്ലെങ്കിൽ ഇങ്ങനെയുള്ള സലാം പറഞ്ഞു വീട്ടിലേക്ക് പ്രവേശിക്കണം. നമ്മുടെ വീടുകളിൽ പിശാചിന് വസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പലവിധ പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും കുടുംബ കലഹങ്ങൾക്കും കാരണമാകും. ഷൈത്വാനിൻ്റെ ഒരു സ്വാധീനം അവിടെ ഉണ്ടാകും. നല്ല ഐക്യത്തോടുകൂടെ ജീവിക്കുന്ന കുടുംബങ്ങളിൽ അവിടെ ശിഥിലത കൊണ്ടുവരാൻ, അവിടെ ആ കുടുംബ ബന്ധം തകരാൻ, കുടുംബ കലഹങ്ങൾക്കൊക്കെ ഷൈത്വാനിൻ്റെ സാന്നിധ്യം കാരണമാകും. അതുകൊണ്ട് തന്നെ പിശാചിന് വസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കരുത്. അതിനാണ് ഇത്തരം ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടത്. ദിക്റ് ചൊല്ലി വീട്ടിലേക്ക് പ്രവേശിക്കുക, നാം പതിവാക്കുക, ആ ജീവിതശൈലി നമ്മിലേക്ക് കൊണ്ടുവരിക. അത് നമ്മുടെ മക്കൾക്കും ശീലമാക്കി കൊടുക്കണം. നമ്മൾ ഉറക്കെ ചൊല്ലിയാൽ മതി, മക്കൾക്ക് ശീലമാക്കി കൊടുക്കണം എന്ന് അവരോട് നിർബന്ധിച്ച് ഇങ്ങനെ പറയല്ല. നമ്മൾ ചൊല്ലുക, നമ്മൾ ചെയ്യുക, നമ്മുടെ ജീവിതം കണ്ടവർ പഠിക്കുക. അതിനേക്കാളും വലിയ ഒരു പഠിപ്പിക്കലില്ല എന്നുള്ളതാണ്. അതോടുകൂടെ തന്നെ അവർ പഠിക്കും. നിങ്ങളത് ഉറക്കെ ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ദിക്റുകൾ, പ്രത്യേകമായിട്ടുള്ള ദിക്റുകളൊക്കെ എഴുതി വെക്കുന്നത്, അതൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കുന്നതൊക്കെ ഇത്തരം പൈശാചിക ഷറുകളെ തൊട്ട് കാവൽ നൽകപ്പെടാൻ കാരണമാകുന്നുള്ളതാണ്. അങ്ങനെ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനിവിടെ ഡിസ്പ്ലേയിൽ എഴുതിയിട്ടില്ല, മറ്റൊരു സന്ദർഭത്തിൽ അത് ഉൾപ്പെടുത്താൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ആയത്തുൽ കുർസിയാണ്. നമുക്കൊക്കെ അറിയാം, ഫർള് നിസ്കാരത്തിന് ശേഷം ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അടുത്ത നിസ്കാരം വരെ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അപ്പോൾ ഒരാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി, നമ്മളൊക്കെ ഓതുന്നവരാണ്, ആരും അത് ഒഴിവാക്കലില്ല. പക്ഷെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥം കിട്ടുക. ഒരാളൊരു ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ആയത്തുൽ കുർസി ഓതിയാൽ അടുത്ത ആയത്തുൽ കുർസി ഓതുന്നവരെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അവനെന്നാണ്. നിസ്കാരശേഷം ധൃതിപ്പെട്ട് എഴുന്നേറ്റ് പോകാതെ നമ്മൾ ദിക്റുകളും ദുആകളൊക്കെ നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നമ്മളിതൊന്നും ചെയ്യൂല, നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാവുകയാണ്, അള്ളാഹിനോട് ചോദിക്കാൻ പറ്റൂല. ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന സമയം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചെന്നിട്ട് പോലും നമുക്ക് ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പരിതപിച്ചിട്ട് കാര്യമുണ്ടോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളിൽ ഒന്ന് ഫർള് നിസ്കാരങ്ങൾക്ക് പിറകെയുള്ള ദുആ ആണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫർള് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നവൻ്റെ ശ്രേഷ്ഠത മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണുള്ളത്. അഥവാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ സ്വർഗത്തിൽ കടക്കലിനെ തൊട്ട് മരണമല്ലാത്ത മറ്റൊരു വിലങ്ങും അവനില്ല എന്നുള്ളതാണ്. മറ്റൊരു തടസ്സവുമില്ല, മരിക്കേണ്ട താമസവും സ്വർഗത്തിലെത്തുന്നുള്ളതാണ്. തൊബ്രാനിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ടത്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട 2 ദിക്റുകളാണ് വിഷജീവികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ. നമ്മളെപ്പോഴോ കേൾക്കാറുണ്ട്, ഞങ്ങൾ പുറത്തിങ്ങനെ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് പാമ്പ് കടിച്ചു പോയി, മക്കളെ പാമ്പ് കടിച്ചു പോയി അല്ലേ, അപകടത്തിൽ ചില വിഷജന്തുക്കളുടെ കുത്തേറ്റുപോയി. ഈ അടുത്ത് തന്നെ ഏതോ ഒരു ന്യൂസിൽ കേട്ടിരുന്നു, എന്താ കടന്നൽ കുത്തി മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്.
അള്ളാഹു അത്തരം അപകട മരണങ്ങൾ തൊക്കട്ടെ. നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഇതിലൊരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ദുആ കൊണ്ട് കടപ്പെട്ടവർ, എല്ലാവർക്കും വലിയ ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വിഷജീവികളിൽ നിന്നൊക്കെ വലിയ ഹിഫ്ള് ലഭിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ദിക്റാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് പറയുന്നുണ്ട്, ഹബീബായ തങ്ങളെ, ഇന്നലെ രാത്രി എന്നെ ഒരു തേളു കുത്തിയിട്ടുണ്ട്. അപ്പം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, എന്ത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് നീ വൈകുന്നേരം പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ തേൾ ഉപദ്രവിക്കില്ലായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പ്രാമാണിക യോഗ്യമായ ആധികാരികമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ്. സ്വഹീഹുൽ ബുഖാരിയോളം നിൽക്കുന്ന, എന്നാൽ സ്വഹീഹുൽ ബുഖാരിക്ക് താഴെയായ സ്വഹീഹായ ഗ്രന്ഥമാണ് മുസ്ലിം. ആ മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസിൽ ഇത് കാണാം, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ട് ഇതേപോലെയുള്ളൊരു ദിക്റുണ്ട്, അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച്. അതും നമ്മൾ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഇത് ഹദ്ദാദിലുണ്ട്, അത് നമുക്ക് പതിവാക്കി എളുപ്പമാണ് അല്ലേ. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു ദിക്റും കൂടെയാണ്, ഒരു കാവലിനെ തേടിയിട്ടുള്ള ഒരു തഅവൂദാണ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ എന്ന് പറയുന്നത്. അതും പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ തങ്ങൾ പറഞ്ഞു, എല്ലാ രാവിലെയും വൈകുന്നേരവും ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ 3 പ്രാവശ്യം ചൊല്ലിയാൽ ഒരു വസ്തുവും അവനെ ഉപദ്രവിക്കുകയില്ല. അബൂദാവൂദും തുർമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇത്തരം ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ 2 ദിക്റുകളും രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം വീതം ചൊല്ലിയാൽ വിഷജീവികൾ ഉൾപ്പെടെയുള്ള ഒരു വസ്തുവും അവനെ ഉപദ്രവിക്കുകയില്ല. അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. അതേപോലെ തന്നെ വളരെ ശ്രേഷ്ഠതയുള്ള ഒന്നാണ്, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ട്. ഞാൻ ആ ദുആ പറയാം, എന്നിട്ട് അതിൻ്റെ പേര് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർള് വറബ്ബുൽ അർശിൽ കരീം. ഇത് നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ മജ്‌ലിസിൽ ഉൾപ്പെടുത്തുന്ന ഒരു ദുആയാണ്. ഇതാണ് ദുആഉൽ കർബ്. എന്താണ്? പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ അതിൽ നിന്നും മോചനം ലഭിക്കാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊല്ലിയിരുന്ന ദിക്റാണ് ദുആഉൽ കർബ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ തങ്ങൾ വല്ല പ്രയാസവും നേരിടുന്ന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ ദുആഉൽ കർബ് ചൊല്ലാറുണ്ടായിരുന്നു. ബുഖാരിയും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താ പ്രിയമുള്ളവരെ, നമുക്ക് ചൊല്ലിയാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കുന്ന ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൊരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഈ ഒരു ദുആ പതിവാക്കിയിരുന്നെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നമുക്കിത് കാണാതറിയോ? നമുക്ക് ചൊല്ലാൻ കിട്ടുമോ? നമുക്കിത് പതിവാക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊക്കെ നമ്മൾ നമ്മുടെ മജ്‌ലിസിൽ ചൊല്ലുന്നതാണ്. നിങ്ങൾക്ക് ചൊല്ലാൻ രാവിലെയും വൈകുന്നേരം നടക്കുന്ന മജ്‌ലിസിൽ പങ്കെടുത്താൽ മതി. ഈ ചാനലിൽ തന്നെ നടക്കും അത് ഇൻഷാ അല്ലാഹ്. അബൂദർദാ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്ന് ഒരാൾ പറയുന്നു, നിങ്ങളുടെ വീടിന് തീ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ വീട് അങ്ങനെ കത്തൊന്നുമില്ല. കാരണം ഞാൻ ഹബീബായ തങ്ങളിൽ നിന്ന് കേട്ട ചില കെലിമത്തുകൾ, ആ കെലിമത്തുകൾ അത് രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെയും അവനൊരു മുസീബത്തുണ്ടാവൂല എന്ന് എന്നോട് എൻ്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇന്നും ആ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, അതിനാൽ എൻ്റെ വീടിന് തീ പിടിക്കൂല എന്ന്. എന്തൊരു ആത്മാർത്ഥതയും എന്തൊരു കോൺഫിഡൻറ്റുമാണോ നോക്ക്. ഹബീബായ തങ്ങൾ പറഞ്ഞു, അതങ്ങനെ ചൊല്ലി പതിവാക്കി, ആ വാക്കങ്ങനെ വിശ്വസിച്ചു. എനിക്കങ്ങനെ സംഭവിക്കൂല, എൻ്റെ വീടിന് തീ പിടിച്ചിട്ടുണ്ടെന്നോ, അതില്ല, ഞാനിത് ചൊല്ലുന്നതാണ്, എന്നോട് എൻ്റെ ഹബീബ് പറഞ്ഞതാണ്, അങ്ങനെ സംഭവിക്കൂല എന്ന് പറഞ്ഞ് വിശ്വാസത്തോടു കൂടെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കത്തിയിട്ടില്ല, അതിന് ചുറ്റുമുള്ള എല്ലാ വീടുകളും കത്തിയിട്ടുണ്ട്.
ഇത് നമുക്ക് കാണാവുന്നതാണ്. ഏതാണ് ഈ ദുആ എന്നറിയോ? ഈ ദുആ നമ്മൾ പ്രഭാതത്തിൽ വിർദുൽ ലത്തീഫിൽ ചൊല്ലാറുണ്ട് പ്രിയമുള്ളവരെ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വഅൻത റബ്ബുൽ അർശിൽ അളീം മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്ന അല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി കുല്ലി ദാബത്തിൻ അൻത ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഈ ദിക്റും ഈ പറഞ്ഞ ദിക്റുകളൊക്കെ നമ്മുടെ വിർദുൽ ലത്തീഫിലുണ്ട്. നിങ്ങൾക്ക് അതിൽ നോക്കി പതിവാക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ മജ്ലിസുകളിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.